നമസ്കാരം. ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ അനുമോദിച്ചു. താന്യം ഗവൺമെന്റ് ആശുപത്രിയുടെയും രാജവീതി റോഡിന്റെയും പൊതുശ്മശാനത്തിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നീക്കം ചെയ്ത് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി എടതുരുത്തി ഗ്രാമപഞ്ചായത്ത്. വാർത്തകൾ തുടരുന്നു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ അനുമോദിച്ചു. വലപ്പാടുള്ള ബാങ്ക് ഹെഡ് ഓഫീസ് പരിസരത്ത് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ സി രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പരിധിയിലെ SN പുരം മുതൽ എങ്ങണ്ടിയൂർ വരെയുള്ള 10 പഞ്ചായത്തുകളിലെ SSLC +2 തലങ്ങളിൽ A+ നേടിയ വിദ്യാർത്ഥികളെയാണ് അനുമോദിച്ചത്. ഇതോടൊപ്പം ഈ അധ്യയന വർഷത്തെ കേരള പാഠാവലിയിൽ ഉൾപ്പെടുത്തിയ കഥ രചിച്ച സാഹിത്യകാരനും ബാങ്ക് ജീവനക്കാരനുമായ SM ജീവനെയും ചടങ്ങിൽ ആദരിച്ചു. ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് അധ്യക്ഷനായി. ജില്ലാ പഞ്ചായത്ത് സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ PM അഹമ്മദ്, മഞ്ജുള അരുണൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റുമാരായ KC പ്രസാദ്, CK ഗിരിജ, ജില്ലാ പഞ്ചായത്ത് അംഗം KS ജയ, ബാങ്ക് വൈസ് പ്രസിഡന്റ് AG സുഭാഷ്, പഞ്ചായത്ത് പ്രസിഡന്റുമാരായ ഷിന്ദ ആഷിഖ്, PI സജിത, ശാന്തി ബാസി, TK ചന്ദ്രബാബു, MS മോഹനൻ, ബാങ്ക് സെക്രട്ടറി റോബൻ ടി ജോൺ തുടങ്ങിയവർ സംസാരിച്ചു. ഇത് പഠിക്കുന്നവരും അവരെ സംരക്ഷിക്കുന്നവരും മനസ്സിലാക്കിയിരിക്കണം. പണ്ട് ഞാനൊക്കെ പഠിച്ച വിദ്യാഭ്യാസ കാലഘട്ടം കുറെ വിവരങ്ങൾ ശേഖരിക്കുന്ന ഒരു കാലഘട്ടമാണ്. വിവരശേഖരണമാണ് വിദ്യാഭ്യാസത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട പണിയായിട്ട് അന്ന് കരുതിയിരുന്നത്. കാരണം വിവരം ശേഖരിക്കാൻ ബുദ്ധിമുട്ടാണ്. ഞാനൊക്കെ വളരെ ബുദ്ധിമുട്ടി വളർന്ന ഒരു വ്യക്തിയാണ്. അച്ഛൻ്റെ ചെറിയ ജോലി കൊണ്ട് മാത്രം ഞങ്ങളുടെ വലിയ കുടുംബം പുലരണം. അവിടെ ഞാൻ 5ാം ക്ലാസ് എത്തുന്നവരെ എൻ്റെ വീട്ടിൽ പത്രം പോലും ഇല്ല, TV ഒന്നുമില്ല, റേഡിയോ പോലും വീട്ടിലൊന്നുമില്ല. പിന്നെ എങ്ങനെ വിവരങ്ങൾ കിട്ടുക? വിവരം കിട്ടണമെങ്കിൽ 1 കിലോമീറ്റർ അപ്പുറത്ത് ഒരു വായനശാലയുണ്ട്. ആ വായനശാലയുടെ ഒരു കൊളാമ്പി മൈക്കുണ്ട്. കുട്ടികളത് കണ്ടിട്ടുണ്ടോ എന്ന് തന്നെ അറിയില്ല. ഇപ്പോൾ ആ മൈക്കിൽ കൂടെ അതിൻ്റെ ഉള്ളിൽ വരുന്ന റേഡിയോയിൽ വരുന്ന വിവരങ്ങൾ പുറത്തു വരുന്നത് കേട്ട് നിന്നിട്ടാണ് വിവരങ്ങൾ ശേഖരിക്കുക. പറഞ്ഞതിൻ്റെ അർത്ഥം പണ്ട് വിവരശേഖരണം ഒരു ടാസ്കായിരുന്നു, നല്ല പണിയാണ്. ശ്രദ്ധിച്ച് വായിച്ച് അന്വേഷിച്ച് കണ്ടെത്തണം വിവരങ്ങൾ. അപ്പൊ അത്തരത്തിൽ അന്വേഷിച്ച് വിവരങ്ങൾ കണ്ടെത്തുന്നതാണ് പഴയ വിദ്യാഭ്യാസം. നമ്മുടെ പണി അതന്നെ, വിവരങ്ങൾ ശേഖരിക്കുക, വിവരം ശേഖരിക്കുക പലതരത്തിലും. അങ്ങനെ വിവരശേഖരണത്തിന്റെ ഒരു ഘട്ടമാണ് പ്രാഥമിക വിദ്യാഭ്യാസം അന്ന്. വിവിധ പാർട്ടികളിൽ നിന്നുള്ള 10 പേർ ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ചേർന്നു. മുൻ AISF പ്രവർത്തകൻ മണികണ്ഠന്റെ നേതൃത്വത്തിലാണ് പാർട്ടിയിൽ ചേർന്നത്. തുടർന്ന് വലപ്പാട് ഗ്രൗണ്ട് ബ്രാഞ്ചിന്റെ രൂപീകരണ ഉദ്ഘാടനവും നടന്നു. CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. LC സെക്രട്ടറി കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി. നാട്ടിക മണ്ഡലം സെക്രട്ടറി KM കിഷോർ, ലാൽ കച്ചില്ലം, PS ബിജോയ്, KK ഭരതൻ, KS മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. ബ്രാഞ്ച് സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ലോക്കൽ കമ്മിറ്റി അംഗം PN സുജിന്ദിന് നൽകി. ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് വലപ്പാട് ലോക്കൽ അസോസിയേഷന്റെ നേതൃത്വത്തിൽ വലപ്പാട് ഉപജില്ലയിലെ വിവിധ സ്കൂളുകളിലെ സ്കൗട്ട്സ് ഗൈഡ്സ് വിദ്യാർത്ഥികളുടെയും യൂണിറ്റ് ലീഡർമാരായ അധ്യാപകരുടെയും പങ്കാളിത്തത്തോടെ ലഹരിവിരുദ്ധ ക്യാമ്പയിന് തുടക്കമായി. തൃപ്രയാർ മിനി സിവിൽ സ്റ്റേഷനു മുന്നിൽ നിന്ന് ആരംഭിച്ച ലഹരിവിരുദ്ധ ബോധവൽക്കരണ പരിപാടിയുടെ ഉദ്ഘാടനവും റാലിയുടെ ഫ്ളാഗ് ഓഫ് കർമ്മവും എക്സൈസ് ഓഫീസർ മുഹമ്മദ് ബാസിൽ നിർവഹിച്ചു. തുടർന്ന് ബോധവൽക്കരണ ക്ലാസും നടത്തി. സ്കൗട്ട്സ് ആൻഡ് ഗൈഡ്സ് ചാവക്കാട് ജില്ലാ കമ്മീഷണർ PV ബീന അധ്യക്ഷത വഹിച്ചു. ഉപജില്ലാ അസോസിയേഷൻ സെക്രട്ടറി KL മനോഹിത് പദ്ധതി വിശദീകരിച്ചു. ക്യാമ്പയിന്റെ ഭാഗമായി ലഹരിക്കെതിരെ കയ്യൊപ്പ്, ലഹരിവിരുദ്ധ പ്രതിജ്ഞ, ലഹരിമുക്ത ബോധവൽക്കരണ റാലി എന്നിവ നടന്നു. വലപ്പാട് ഉപജില്ലാ എക്സിക്യൂട്ടീവ് അംഗങ്ങളായ സീജ ജോസഫ് T, CP ഷീജ, PR പ്രിയ, PS ഹിമ, MK റെന്നി, PD ധന്യ, മൻസൂറ AP, PP ഷാലി, PR മിനി, PS സനീബ,
ഷീബ PR, ജോളി PP എന്നിവരും എക്സൈസ് ഓഫീസർ നിഖിൽ, റോവർ TG, അഭിനവ് എന്നിവരും നേതൃത്വം നൽകി. നാട്ടിക സർവീസ് സഹകരണ ബാങ്കിന്റെ വിദ്യാഭ്യാസ അവാർഡ് ദാനം നടന്നു. സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന അവാർഡ് ദാന ചടങ്ങ് മുൻ വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ C. രവീന്ദ്രനാഥ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് അംഗങ്ങളുടെയും ജീവനക്കാരുടെയും മക്കളിൽ SSLC, +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയവരെയും M.Tech ഡയറി മൈക്രോബയോളജിയിൽ ഫസ്റ്റ് റാങ്ക് നേടിയ ഐശ്വര്യ സന്തോഷിനെയും ചടങ്ങിൽ ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. ബാങ്ക് പ്രസിഡന്റ് KK ധർമ്മപാലൻ മാസ്റ്റർ അധ്യക്ഷനായി. നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ മുഖ്യാതിഥിയായി. ബാങ്ക് വൈസ് പ്രസിഡന്റ് TR വിജയരാഘവൻ, ബാങ്ക് സെക്രട്ടറി TD സുമി, ബാങ്ക് ഡയറക്ടർമാർ എന്നിവർ സംസാരിച്ചു. അങ്ങനെ എത്രയോ സ്പീഷീസ് ഓരോ ലക്ഷം വെച്ച് നോക്കൂ. ആ വൈവിധ്യമാണ് എന്നെ പ്രകൃതിയിൽ അത്ഭുതപ്പെടുത്തിയിട്ടുള്ള കാര്യം. ഇങ്ങനെ ഇതൊക്കെ ഉണ്ടാവുന്നു, ഇങ്ങനെ പരസ്പര ബന്ധം, പരസ്പര പൂരകം. എന്തിനാണ് പറഞ്ഞത്? ഒരു കുട്ടിയല്ല മറ്റൊരു കുട്ടി. അത് ശരിയാണ്. അഡ്രസ് വ്യത്യാസം ഉണ്ടല്ലോ, ആണ് പെണ്ണ് വ്യത്യാസം ഉണ്ടല്ലോ. അതല്ല പറഞ്ഞതിന്റെ അർത്ഥം. സർഗശേഷിയും കുട്ടിയുടെ ശേഷി എന്ന് പറയുന്നത് ഈ വൈവിധ്യത്തിൽ അധിഷ്ഠിതമാണ്, വ്യത്യസ്തമാണ്. മുല്ലപ്പൂവ് വളരാൻ മുല്ലപ്പൂവിനെ വളർത്തണം. കണിക്കൊന്ന പൂവ് വളർന്ന് വികസിക്കാൻ കണിക്കൊന്നയെ വളർത്തണം. കണിക്കൊന്നയെ വളർത്തലല്ല മുല്ലപ്പൂവിനെ വളർത്തൽ. കണിക്കൊന്ന മുല്ലപ്പൂവ് ആവില്ല, മുല്ലപ്പൂവ് കണിക്കൊന്നയാവില്ല. മുല്ലപ്പൂവ് ആവാനാണ് ശ്രമിക്കേണ്ടത്, കണിക്കൊന്ന ആവാൻ ശ്രമിക്കേണ്ടത്. അതാണ് അതിനോട് ചെയ്യുന്ന പ്രകൃതിയുടെ നീതി. അതുകൊണ്ട് മുല്ലപ്പൂവിന് എന്തൊക്കെ കണ്ട വെള്ള നിറം, അതിനെന്തെങ്കിലും മഞ്ഞ നിറം, അർത്ഥശൂന്യം നമുക്ക് മനസ്സിലായില്ലേ? ഇതിനെന്താ മണം? അതിന് മണമില്ലല്ലോ. അതിനെത്തിരി മണം കൈക്കൂടെ? എത്ര കണ്ട അർത്ഥശൂന്യം. അതുപോലെ തന്നെയാണ് നമ്മൾക്ക് എന്താ മാർക്ക് പഠിച്ച മറ്റോളം മാർക്ക് പഠിച്ചില്ലേ? ദൈനൊക്കെ പറഞ്ഞിട്ട് വെറുതെ. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് നാട്ടിക മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി തൃപ്രയാറിൽ പ്രതിഷേധ സായാഹ്നം നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. കോൺഗ്രസ് നാട്ടിക മണ്ഡലം വൈസ് പ്രസിഡന്റ് മധു അന്തിക്കാട് അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറി VR വിജയൻ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് മഹിളാ കോൺഗ്രസ് പ്രസിഡന്റ് P. വിനു, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റുമാരായ AN സിദ്ധപ്രസാദ്, ജീജ ശിവൻ, ബ്ലോക്ക് കോൺഗ്രസ് സെക്രട്ടറിമാരായ KV സുകുമാരൻ, CS മണികണ്ഠൻ, ബിന്ദു പ്രദീപ്, രഹ്ന ബിനീഷ്, ജയബാലൻ PC, മോഹനൻ PM, വാസൻ AK, സീന ഉണ്ണികൃഷ്ണൻ, പുഷ്പ കുട്ടൻ എന്നിവർ സംസാരിച്ചു. ആളെ കൊല്ലുന്ന ആരോഗ്യമന്ത്രിയാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിനുള്ളത്. ജനങ്ങളെ കൊല്ലാക്കൊല ചെയ്യുന്ന ആരോഗ്യ വകുപ്പാണ് നിർഭാഗ്യവശാൽ ഇന്ന് നമ്മുടെ കേരളത്തിലുള്ളത്. കേരളത്തെ ഒന്നാകെ കൊള്ളയടിക്കുന്ന സർക്കാരല്ലത് കൊള്ളക്കാരാണ് നിർഭാഗ്യവശാൽ ഇന്ന് കേരളം ഭരിക്കുന്നത്. തൃശൂർ ജില്ലാ പഞ്ചായത്തിന്റെ ആദരവ് അക്ഷരദീപം അനുമോദന സദസ്സ് നടന്നു. SSLC, +2, CBSE എന്നീ ക്ലാസുകളിൽ ഫുൾ A+ വാങ്ങിയ കുട്ടികൾക്കും 100% വിജയം കരസ്ഥമാക്കിയ വിദ്യാലയങ്ങൾക്കും അനുമോദനം നൽകി. നാട്ടിക ഗവൺമെന്റ് ഫിഷറീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ച് നടന്ന അനുമോദന ചടങ്ങ് CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. തൃശൂർ ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ മഞ്ജുള അരുണൻ അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ്, ജില്ലാ പഞ്ചായത്ത് വൈസ് ചെയർമാൻ ലതാ ചന്ദ്രൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MR ദിനേശൻ, നാട്ടിക ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KK സന്തോഷ്, AEO KV അമ്പിളി, PTA പ്രസിഡന്റ് ഗോപാലൻ UK, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ ഇൻചാർജ് സ്മിത, ഹൈസ്കൂൾ പ്രധാനാധ്യാപിക ഇൻചാർജ് സുഗന്ധി ടീച്ചർ, വലപ്പാട് ഉപജില്ലാ വികസന സമിതി കൺവീനർ TR രാഗേഷ്, വലപ്പാട് ഉപജില്ലാ HM ഫോറം കൺവീനർ ഷാജി ജോർജ്, ബ്ലോക്ക് പ്രോജക്ട് കോർഡിനേറ്റർ TV ചിത്രകുമാർ എന്നിവർ സംസാരിച്ചു. നമ്മളൊക്കെ പ്രഖ്യാപിച്ച, നമ്മുടെ പൂർവികർ പ്രഖ്യാപിച്ച ഒരു മുദ്രാവാക്യമുണ്ട്. ജനകീയ പ്രസ്ഥാനങ്ങളെ നമ്മുടെ പ്രവർത്തനം ഏൽപ്പിക്കണം എന്നുള്ളതാണ്. പഴയ കാലത്തൊക്കെ അങ്ങനെ ജനകീയ പ്രസ്ഥാനമല്ല നമ്മുടെ മേഖലയെ ഭരിക്കപ്പെട്ടിരുന്നത്. ഇപ്പോൾ ഭരിക്കപ്പെടുന്നത് ജനകീയ പ്രസ്ഥാനമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മുടെ വിദ്യാഭ്യാസ രംഗത്ത്
ഇവിടെ സ്വാഗത പ്രസംഗത്തിലും അതുപോലെ റിപ്പോർട്ട് വായനകളൊക്കെ പറയണ്ടായി. ലോകം മുഴുവൻ ചർച്ച ചെയ്യപ്പെടുന്ന സംസ്ഥാനമായി നമ്മുടെ കേരള സംസ്ഥാനം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് വിദ്യാഭ്യാസ രംഗത്ത് വലിയ വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന പ്രധാനപ്പെട്ട കാര്യം. അതിന് സർക്കാർ ഇപ്പോൾ മുൻകാലങ്ങളെ അപേക്ഷിച്ച് നമ്മുടെ ഓരോ വർഷവും അവർ പ്രഖ്യാപിക്കുന്ന ബഡ്ജറ്റ് വലിയ ഒരു സംഖ്യയാണ് വിദ്യാഭ്യാസ രംഗത്ത് മാറ്റിവെക്കപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ വലിയ സംഖ്യ എന്നോടൊപ്പം നമ്മുടെ വിദ്യാസമ്പന്നരായ എല്ലാ കുട്ടികൾക്കും അവരുടെ ആഗ്രഹത്തിനനുസരിച്ച് പഠിച്ച് മാതൃകമായ മാറ്റങ്ങളിലൂടെ രാജ്യത്തിന്. താന്യം സെന്റ് പീറ്റേഴ്സ് പള്ളിയിലെ ഇടവക മധ്യസ്ഥന്റെ തിരുനാളിനോടനുബന്ധിച്ച് വലപ്പാട് ദയാ ഹോസ്പിറ്റൽ എമർജൻസി സെന്ററുമായി ചേർന്ന് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തി. മെഡിക്കൽ ക്യാമ്പ് ഫാദർ ഡാഡ്സ് കുന്നമ്പിള്ളിയും ഡോക്ടർ ലിൻഡോ ആന്റണി, ഡോക്ടർ ജോർജ് ജോൺസൺ, ഡോക്ടർ ദിനേശ് സണ്ണി, നടത്തുകൈക്കാരൻ ഡേവിസ് സൈനിക്കൽ, ദയാ ഹോസ്പിറ്റൽ ഓപ്പറേഷൻ മാനേജർ ജിതിൻ എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു. കൈക്കാരന്മാരായ ദാസ് കുരുതുകുളങ്ങര, പ്രതീഷ് ജോസ് ചിറയത്ത്, PRO ജോജു കുരുതുകുളങ്ങര എന്നിവർ നേതൃത്വം നൽകി. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്ത സുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ശുചിത്വ സാഗരം സുന്ദരതീരം പദ്ധതിയുടെ 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നീക്കം ചെയ്ത് ജില്ലയിൽ 1ാം സ്ഥാനം കരസ്ഥമാക്കി എടതുരുത്തി ഗ്രാമപഞ്ചായത്ത്. മതിലകം ഗ്രാമപഞ്ചായത്തിനാണ് 2ാം സ്ഥാനം. പദ്ധതിയിൽ മികച്ച പ്രവർത്തനം കാഴ്ചവെച്ച ജില്ലയ്ക്കും ജില്ലകളിലെ 2 തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിനും നൽകുന്ന അവാർഡാണ് എടതുരുത്തി, മതിലകം ഗ്രാമപഞ്ചായത്തുകൾ കരസ്ഥമാക്കിയിട്ടുള്ളത്. 850 കിലോഗ്രാം പ്ലാസ്റ്റിക് മാലിന്യമാണ് എടതുരുത്തി ഗ്രാമപഞ്ചായത്ത് സമാഹരിച്ചത്. കയ്പമംഗലം മണ്ഡലത്തിൽ ഉൾപ്പെടുന്ന എടതുരുത്തി, മതിലകം ഗ്രാമപഞ്ചായത്തിനും പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിൽ പങ്കാളികളായവരെയും ET ടൈസൺ MLA അഭിനന്ദിച്ചു. മത്സ്യസമ്പത്തിന്റെ വികസനവും തീരസംരക്ഷണവും ലക്ഷ്യമിട്ട് കടലും കടൽ തീരവും പ്ലാസ്റ്റിക് വിമുക്തമാക്കി സ്വാഭാവിക ആവാസ വ്യവസ്ഥ വീണ്ടെടുക്കുന്നതിനാണ് സംസ്ഥാന സർക്കാർ ശുചിത്വ സാഗരം സുന്ദരതീരം 2ാം ഘട്ട ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം സംഘടിപ്പിച്ചത്. ജില്ലയിൽ 54 കിലോമീറ്റർ ദൈർഘ്യമുള്ള അഴീക്കോട് മുതൽ ചാവക്കാട് വരെയുള്ള തീരപ്രദേശത്തെ തിരഞ്ഞെടുത്ത 51 ആക്ഷൻ പോയിന്റുകളിലാണ് ഏകദിന പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞം നടപ്പിലാക്കിയത്. മത്സ്യത്തൊഴിലാളികൾ, ബോട്ടുടമകൾ, മറ്റ് സന്നദ്ധ സംഘടനകൾ, രാഷ്ട്രീയ പ്രവർത്തകർ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, ശുചിത്വ മിഷൻ, ക്ലീൻ കേരള കമ്പനി, സാഫ്, വിവിധ സർക്കാർ വകുപ്പുകൾ, ഏജൻസികൾ, യുവജന സംഘടനകൾ തുടങ്ങിയവയുടെ സഹകരണത്തോടെയാണ് യജ്ഞം പൂർത്തീകരിച്ചത്. ജൂലൈ 11 നടക്കുന്ന മത്സ്യകർഷക അവാർഡ് വിതരണ ചടങ്ങിൽ പ്ലാസ്റ്റിക് നിർമ്മാർജ്ജന യജ്ഞത്തിലെ മികച്ച ജില്ലയ്ക്കും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്കുമുള്ള അവാർഡുകൾ കൈമാറും. തളിക്കുളം പുന്നച്ചോട് യങ് മെൻസ് ലൈബ്രറിയും
CMS UP സ്കൂൾ വിദ്യാരംഗം കലാസാഹിത്യവേദിയും സംയുക്തമായി വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം സംഘടിപ്പിച്ചു. ചാവക്കാട് താലൂക്ക് ലൈബ്രറി കൗൺസിൽ എക്സിക്യൂട്ടീവ് അംഗം അരവിന്ദൻ പണിക്കശ്ശേരി ഉദ്ഘാടനം ചെയ്തു. തളിക്കുളം ഗ്രാമപഞ്ചായത്ത് അംഗം സുമന ജോഷി അധ്യക്ഷയായി. CMS UP സ്കൂളിലെ പ്രധാനാധ്യാപകൻ ബിനോയ്, ഗ്രാമപഞ്ചായത്ത് അംഗം വിനയപ്രസാദ്, അധ്യാപികയും വിദ്യാരംഗം സെക്രട്ടറിയുമായ TA പ്രപഞ്ച, പ്രസിഡന്റ് സുമിത സജു, ലൈബ്രറി സെക്രട്ടറി PB രഘുനാഥൻ, അധ്യാപകരായ ഫസൽ, ജെറിൻ, സ്വപ്ന എന്നിവർ സംസാരിച്ചു. BJP നാട്ടിക പഞ്ചായത്ത് 2ാം വാർഡ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഓണത്തിന് ഒരു മുറം പൂവ് പദ്ധതിയുടെ ഭാഗമായി വാർഡിൽ സൗജന്യ ചെണ്ടുമല്ലിത്തൈ വിതരണം നടത്തി. BJP ജില്ലാ സെക്രട്ടറി സജിനി മുരളി ഉദ്ഘാടനം ചെയ്തു. വാർഡ് പ്രസിഡന്റ് ശ്യാംലാൽ അധ്യക്ഷനായി. വാർഡ് കമ്മിറ്റി അംഗങ്ങളായ ലാലൂണുങ്ങൽ, ചന്ദ്രശേഖരൻ AK, ദേവദാസ് AK, NK വിജയകുമാർ, അനൂപ് പട്ടത്ത്, മനീഷ് എന്നും, തിലകൻ NK, സുധാകരൻ മുല്ലങ്ങത്ത്, വിമല പ്രകാശൻ, ഗീത പൂരാടൻ, അനിതകുമാരി, ഷൈനമോൾ എന്നിവർ നേതൃത്വം നൽകി. പുത്തൻപീടിക സെന്റ് ആന്റണീസ് പള്ളി കത്തോലിക്ക കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ഗ്രാജുലാസിയോ 2025 നടത്തി. ഇടവക വികാരി ഫാദർ ജോസഫ് മുരിങ്ങാത്തേരി ഉദ്ഘാടനം ചെയ്തു. കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് ആന്റോ തുറയൻ അധ്യക്ഷനായി. കത്തോലിക്ക കോൺഗ്രസ് അതിരൂപത ജനറൽ സെക്രട്ടറി KC ഡേവിസ് വിൻസി പുലിക്കോട്ടിൽ മെമ്മോറിയൽ പുരസ്കാര വിതരണവും, സഹവികാരി ഫാദർ ജോഫിൻ അക്കരപ്പട്ടേക്കൽ, ഡോക്ടർ ഫിലോമിന ചിറയത്ത് മെമ്മോറിയൽ പുരസ്കാര വിതരണവും നടത്തി. പാതുവ കോൺവെന്റ് മദർ സുപ്പീരിയർ സിസ്റ്റർ ലിസ്മ മുഖ്യാതിഥിയായിരുന്നു. കത്തോലിക്ക കോൺഗ്രസ് സെക്രട്ടറി പോൾ PA റിപ്പോർട്ട് അവതരിപ്പിച്ചു. കൈക്കാരൻ ആൽഡ്രിൻ ജോസ്, ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ സ്മിത P ജോസ്, ഹൈസ്കൂൾ പ്രതിനിധി ദീപ ടീച്ചർ, മാതൃവേദി പ്രസിഡന്റ് ഷാലി ഫ്രാൻസിസ്, വിൻസി പുലിക്കോട്ടിൽ, ട്രസ്റ്റ് മെമ്പർ സെയിൻ വിൻസി, ദർശന സഭാ പ്രതിനിധി വിൻസെന്റ് കുണ്ടുകുളങ്ങര, ഫ്രാൻസിസ്കൻ ആത്മായ സഭാ പ്രതിനിധി ഗ്രേസി ബാബു, KCYM ട്രഷറർ ഗബ്രിയേൽ, CLC പ്രസിഡന്റ് അജിൻ ജോസ്, കത്തോലിക്ക കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് AC ജോസഫ്, ട്രഷറർ വിൻസെന്റ് മാടശ്ശേരി എന്നിവർ സംസാരിച്ചു. ഉയർന്ന ഗ്രേഡോടുകൂടെ അല്ലെങ്കിൽ A+ ഗ്രേഡോടുകൂടെ വിജയിച്ച കുട്ടികളെ ആദരിക്കുന്ന മഹനീയമായ കർമ്മത്തിലാണ് നമ്മൾ പങ്കുചേരുക. ഈ അവസരത്തിൽ തന്നെ മറ്റ് തലങ്ങളിലും മികവ് തെളിയിച്ചവരെയും നമ്മൾ ആദരിക്കുന്നുണ്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ആഭിമുഖ്യത്തിൽ. പ്രത്യേകിച്ചും ഈ വർഷം മതബോധനത്തിൽ 1ാം ക്ലാസ് മുതൽ SCC വരെയുള്ള ക്ലാസ്സുകളിൽ 1ാം സ്ഥാനത്തിന് അർഹരായ വിദ്യാർത്ഥികളെ അവാർഡ് നൽകി അവരെ ആദരിക്കുകയാണ്. ഏറെ പ്രത്യേകമായിട്ട് ഈ വർഷത്തിൽ നമ്മുടെ ഇടവകയിൽ നിന്നും ഏതാനും അമ്മമാർ പുതിയ നിയമം പകർത്തി എഴുതി അത് ഈശോയ്ക്കായിട്ട് കാഴ്ചവെച്ച മഹനീയ കർത്തവ്യം ഉണ്ടായി. അവരെയും പ്രത്യേകമായിട്ട് കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഈ ഗ്രാജുലാസിയോ 2025 ആദരിക്കുന്ന മഹനീയമായ കർമ്മത്തിലാണ് നമ്മൾ പങ്കുചേരുക. അന്തിക്കാട് സെന്റ് ആന്റണീസ് പള്ളിയിൽ ഇടവക ആരോഗ്യരംഗത്ത് പ്രവർത്തിക്കുന്ന നഴ്സുമാരും അനുബന്ധ ഉദ്യോഗസ്ഥരും ഇടവക കുടുംബ കൂട്ടായ്മ കേന്ദ്ര സമിതിയും ട്രസ്റ്റിമാരും ചേർന്ന് ജീവിതശൈലി രോഗ പരിശോധന ക്യാമ്പ് നടത്തി. വികാരി സ്റ്റാഴ്സനച്ചൻ ആവിഷ്കരിച്ച ചർച്ച് മെഡിക്കൽ ആൻഡ് ഹെൽത്ത് സർവീസസ് ടീമിന്റെ നേതൃത്വത്തിലായിരുന്നു പരിപാടി. ഇടവകയിലെ മുതിർന്ന അംഗം തോമസ് ചിറ്റിലപ്പിള്ളിയുടെ പേര് രജിസ്റ്റർ ചെയ്തുകൊണ്ട് ക്യാമ്പ് പ്രവർത്തനം ഉദ്ഘാടനം ചെയ്തു. കേന്ദ്ര സമിതി സെക്രട്ടറി വിൻസെന്റ് വർഗീസ്, ബ്രദർ ഐബിഷ്, ഹോളി ക്രോസ് കോൺവെന്റ് മദർ സുപ്പീരിയർ C ധന്യ എന്നിവർ സംസാരിച്ചു. കോർഡിനേറ്റർ സജി ഇനാഷു, അൽഫോൻസ വർഗീസ്, റീത്ത സെബി, മിനി ഡേവിസ്, റിൻസി ജോബി, TK അനിൽദാസ്, KR ജോയി, DT ഫ്രാൻസിസ്, സീജ ഷാജൻ എന്നിവർ നേതൃത്വം നൽകി. എല്ലാ മാസവും ആദ്യ ഞായറാഴ്ച രാവിലെ 8-ന് തുടർ ക്യാമ്പിന്റെ പ്രവർത്തനം നടക്കും. കോൺവെന്റ് ഹാളിൽ വെച്ച് നടന്ന ക്യാമ്പിന്റെ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര സമിതി കൺവീനർ KL വർഗീസ്, പ്രതിനിധി യോഗം സെക്രട്ടറി അമ്മുകുട്ടി ഡേവിസ്, PRO CT ജോയ്, ട്രസ്റ്റിമാരായ TL ജോസഫ്, KM റാഫേൽ, ജോണി ചിരിയങ്കണ്ടത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി.
എടതിരുത്തി കിസാൻ സർവീസ് സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളെ അനുമോദിച്ചു. ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ PM അഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് ബൈന പ്രദീപ് അധ്യക്ഷയായി. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, എടതിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു എന്നിവർ മുഖ്യാതിഥികളായി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നൌമി പ്രസാദ്, പഞ്ചായത്ത് അംഗങ്ങളായ PH ബാബു, സജീഷ് സത്യൻ, ഫാത്തിമ അഷറഫ്, ബാങ്ക് വൈസ് പ്രസിഡന്റ് മുസ്തഫ കമാൽ, ബാങ്ക് സെക്രട്ടറി MC പ്രിയ തുടങ്ങിയവർ സംസാരിച്ചു. ബാങ്കിന്റെ സഹകാരികളൊക്കെ വിളിച്ചുകൂട്ടി നിങ്ങൾക്ക് ഇങ്ങനെ സമ്മാനം തരുമ്പോഴും നിങ്ങൾക്ക് ചില ബാധ്യതകൾ അതോടൊപ്പം അറിയാതെ ബാങ്ക് വെച്ചിരുന്നുണ്ട്. അത് സാമൂഹ്യ പ്രതിബദ്ധത എല്ലാവർക്കും വേണം. നിങ്ങൾ പഠിച്ച് എന്തോ ആയിക്കോട്ടെ, ഒരു വാച്ച്മാൻ അത് അങ്ങോട്ട് എന്താ പ്രസിഡന്റ് വരെ ആളുള്ള ഏത് കസേരയിൽ നിങ്ങൾ ചെന്നെന്തായാലും അവിടെ നിങ്ങൾ കാട്ടേണ്ട ഒരു സാമൂഹ്യ പ്രതിബദ്ധത മനുഷ്യരോട് അതുപോലെ പെരുമാറും. എന്ത് ഡോക്ടറായിട്ടും അച്ഛൻ അമ്മ നോക്കണില്ലെങ്കിൽ പിന്നെന്താ കൈകളുണ്ട്. പെരിഞ്ഞനം പൊന്മാനിക്കുടം മഹ്മൂദ് മുസ്ലിയാരുടെ ആണ്ട് നേർച്ച നടത്തി. മൗലീദ് പാരായണത്തിനും മദ്ഹ് പാട്ടിനും ഉസ്താദ് അഹമ്മദ് കുട്ടി അൽ ഖാസിമി, ജുനൈദ് ഫൈസി, റാഫി മുയിനി എന്നിവർ നേതൃത്വം നൽകി. ഉസ്താദ് അനസ് ബാക്കവി നസീഹത്തും പ്രഭാഷണവും നിർവഹിച്ചു. സയ്യിദ് സൈഫുദ്ദീൻ തങ്ങൾ അൽ ബുഖാരി മൂവാറ്റുപുഴ ഖത്തം ദുആയ്ക്ക് നേതൃത്വം നൽകി. തുടർന്ന് അന്നദാനത്തോടുകൂടി ആണ്ടുനേർച്ചയ്ക്ക് സമാപനമായി. മഹല്ല് പ്രസിഡന്റ് പൊന്നാത്ത് ആലി മുഹമ്മദ്, മഹല്ല് ജനറൽ സെക്രട്ടറി കൂർമത്ത് സെയ്ദ് മുഹമ്മദ്, ട്രഷറർ മദിലകത്ത് വീട്ടിൽ നൂറുദ്ദീൻ, ഖദീബ് ഹാഫിൽ അനസ് ബാക്കവി, അഹമ്മദ് കുട്ടി അൽ ഖാസിമി, ഭാരവാഹികളായ MA മുസ്തഫ, VU ഷമീർ, സദക്കത്തുള്ള മുഹിയുദ്ദീൻ ഹാജി, ഷിബ്ഹാബ് കൂർമത്ത്, സുലൈമാൻ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. അങ്ങനെയാണല്ലോ പറഞ്ഞു വെച്ചിട്ടുള്ളത്. മഹത്തുക്കളെ ആദരിക്കുന്ന കാലഘട്ടങ്ങളിലൊക്കെയും ആദരവർഹിക്കുന്ന പണ്ഡിതന്മാരെ, സാദാത്തുക്കളെ സമൂഹം ആദരിക്കുന്ന കാലങ്ങളിലൊക്കെയും അല്ലാഹുവിന്റെ വലിയ ഖൈറുകൾ അവർക്ക് ലഭിച്ചുകൊണ്ടിരിക്കും. അവർ ഖൈറിലാണ്, വിജയത്തിലാണ്. ഈ മഹത്തുക്കൾക്ക് ഒരു പ്രാധാന്യം ഇല്ല, അങ്ങനെ പ്രത്യേകതകൾ ആർക്കുമില്ല എന്ന് പറയുന്ന സമൂഹം ലോകത്തിൽ വന്നാൽ ഹലക്കു, സമൂഹം നശിക്കുമെന്നാണ്. അല്ലാഹുവേ നീ കാവൽ തരണേ റഹ്മാനെ. ബഹുമാനപ്പെട്ട ഇസ്മായിൽ ഹഖി തങ്ങൾ രേഖപ്പെടുത്തി വെച്ചാണ്. എന്താണെന്നറിയോ? ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ്, തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ് ഇതാ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മൺസൂൺ NRI ഫെസ്റ്റ്. ആന്റിക്, ചെട്ടിനാട്, നഗാസ്, പ്രഷ്യസ്, കുവൈറ്റ് കളക്ഷനുകൾ നിങ്ങൾക്ക് സ്വന്തമാക്കാം. സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ഓഫർ വാലിഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. കൂടുതൽ വിവരങ്ങൾക്ക് ഞങ്ങളുടെ ഷോറൂം സന്ദർശിക്കുക.
Ishara Golden Diamonds near Vaimal, Triprayar. Phone 0487-2399-997. Mobile 9846-125-283. 9846-125-284. വാർത്തകൾ തുടരുന്നു. താന്യം ഗവൺമെന്റ് ആശുപത്രിയുടെയും രാജവീതി റോഡിന്റെയും താന്യം പൊതുശ്മശാനത്തിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനവും ധർണയും നടത്തി. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് സുശീൽ ഗോപാൽ ഉദ്ഘാടനം ചെയ്തു. യൂത്ത് കോൺഗ്രസ് താന്യം മണ്ഡലം പ്രസിഡന്റ് റോയ് ആന്റണി അധ്യക്ഷനായി. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് എം കെ ചന്ദ്രൻ, പഞ്ചായത്ത് അംഗം ആന്റോ തുറയൻ, രാമൻ നമ്പൂതിരി, ആഷിഖ് ജോസ് എന്നിവർ സംസാരിച്ചു. ഈ പഞ്ചായത്തിലെ ഗതാഗത സംവിധാനങ്ങളടക്കം എല്ലാം തച്ചുടയ്ക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ സർക്കാരിൻ്റെ അതേ മനോഭാവവും അതേ അജണ്ടയുമായി ഈ താന്യം പഞ്ചായത്തിനകത്ത് ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടതുപക്ഷത്തിനെതിരെയുള്ള വലിയൊരു ധാർമ്മിക സമരത്തിനാണ് താന്യം യൂത്ത് കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റി നേതൃത്വം നൽകുന്നത്. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻസ് ദേവാലയത്തിൽ വിശുദ്ധ വിൻസെന്റ് ഡി പോളിന്റെ ഊട്ടുതിരുനാളിന് കൊടിയേറി. ഇടവക വികാരി ഫാദർ ജെൻസ് തട്ടിൽ തിരുകർമ്മങ്ങൾക്ക് നേതൃത്വം നൽകി. സൊസൈറ്റി ഓഫ് സെന്റ് വിൻസെന്റ് ഡി പോൾ വലപ്പാട് കോൺഫറൻസ് പ്രസിഡന്റും കൈക്കാരനുമായ സിജോ, സെക്രട്ടറി CI ജോസ്, ട്രഷറർ ജോൺസൺ C ആന്റണി, കൈക്കാരന്മാരായ ജെയിംസ് ചിറയത്ത്, ലിജോ കരിയാറ്റിൽ എന്നിവർ നേതൃത്വം നൽകി. തളിക്കുളം സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്ററും തൃശൂർ അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റലും സംയുക്തമായി സൗജന്യ ജനറൽ മെഡിക്കൽ ക്യാമ്പും നേത്രപരിശോധനാ ക്യാമ്പും നടത്തി. ഡോക്ടർ സുഹൈൽ, ഡോക്ടർ സലി, ഡോക്ടർ ബിനി വാസുദേവൻ എന്നിവർ നേതൃത്വം നൽകി. ജനറൽ ക്യാമ്പിൽ പങ്കെടുത്തവർക്ക് അത്യാവശ്യമായ മരുന്നുകൾ സൗജന്യമായി നൽകി. നേത്രപരിശോധനാ ക്യാമ്പിൽ തിമിര ശസ്ത്രക്രിയയും കണ്ണടയും ആവശ്യമായി വരുന്നവർക്ക് മിതമായ നിരക്കിൽ ചെയ്തു കൊടുക്കുന്ന സേവനവും ഉണ്ടായിരുന്നു. സ്മാർട്ട് കെയർ മെഡിക്കൽ സെന്റർ തളിക്കുളം പത്താങ്കലും അഹല്യ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ തൃശ്ശൂരും സംയുക്തമായിട്ട് നടത്തിയ ക്യാമ്പാണെന്ന്. ജനറൽ ക്യാമ്പും നേത്രപരിശോധന ക്യാമ്പും ഉണ്ടായിരുന്നു. ജനറൽ ക്യാമ്പിൽ സ്മാർട്ട് മെഡിക്കൽ സെന്ററിൻ്റെ 2 ഡോക്ടർമാർ, ഡോക്ടർ സുഹൈലും സാലിയും, അതുപോലെ തന്നെ നമ്മുടെ അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിൻ്റെ ഡോക്ടർ ബിനി വാസുദേവ്, ഇവർ നയിക്കുന്ന ഡോക്ടേഴ്സ് നയിക്കുന്ന ഒരു നല്ലൊരു ക്യാമ്പാണ് ഇന്ന് ഇവിടെ സ്മാർട്ട് മെഡിക്കൽ സെൻറ്ററിൽ നടത്തിയത്. അത്യാവശ്യക്കാർക്ക് മരുന്നുകൾ, അത്യാവശ്യ മരുന്ന് സൗജന്യമായി നൽകുകയും അതുപോലെ തന്നെ അഹല്യരെ കണ്ണടകൾ അവർ ഡിസ്കൗണ്ട് റേറ്റിലും അതുപോലെ ശസ്ത്രക്രിയകളും അവർ വളരെ ഡിസ്കൗണ്ട് പ്രൈസിലുമാണ് ചെയ്തു കൊടുക്കുന്നത്. ഈ നാട്ടിൽ ആവശ്യമായ ഒരു സംരംഭമായതുകൊണ്ട് നമ്മൾ നേത്രപരിശോധന ക്യാമ്പും അതുപോലെ തന്നെ ജനറൽ മെഡിസിൻ ക്യാമ്പും സൗജന്യമായിട്ടാണ് ഇന്ന്. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് കൃഷിഭവന്റെയും വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്കിന്റെയും ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. മുരളി പെരുന്നലി MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശാന്തി ബാസി അധ്യക്ഷയായി. വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് വിശ്വനാഥൻ വൈക്കാട്ടിൽ, വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് രന്യ ബിനീഷ്, വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സരിത ഗണേശൻ, ഗ്രാമപഞ്ചായത്ത് അംഗം ഷൈജ ഉദയകുമാർ, വാടാനപ്പള്ളി സർവീസ് സഹകരണ ബാങ്ക് സെക്രട്ടറി ബിജു മണ്ണംതിണ്ടി, കുടുംബശ്രീ ചെയർപേഴ്സൺ ബീന ഷെല്ലി എന്നിവർ സംസാരിച്ചു. തിരുവിതാംകൂർ മഹാരാജാവിൻ്റെ തന്നെ പ്രസിദ്ധമായ ഒരു കഥയല്ല, ചരിത്രമാണ്. നമുക്കറിയാം, നമ്മുടെ കേരളം ഭക്ഷ്യകാര്യത്തിൽ കമ്മി സംസ്ഥാനമാണ്. ഉണ്ണാനാവശ്യമായ അരിയൊന്നും നമ്മുടെ കേരളത്തിൽ ഉണ്ടാകുന്നില്ല. ഒരു 4 മാസം ഉണ്ണാനാണ് ഈ കോൾ മേഖലയടക്കം കൃഷിക്കാർ അധ്വാനിച്ച് അരി ഉണ്ടാക്കുന്നത്. ബാക്കി 8 മാസം ഉണ്ണണമെങ്കിൽ അരിപ്രധാന സംസ്ഥാനങ്ങളായ തമിഴ്നാട്, ആന്ധ്ര, അതുപോലെ പഞ്ചാബ്, ഹരിയാന, പശ്ചിമ ബംഗാൾ തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ നിന്ന് അരി ഇവിടേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ നമ്മൾ പട്ടിണി കിടന്നു വരും. എന്നുവെച്ചാൽ ഭക്ഷ്യക്കാര്യത്തിൽ നമ്മുടെ കമ്മി സംസ്ഥാനമാണ്. നമ്മുടെ സംസ്ഥാനം നാണ്യവിളകളാൽ സമ്പന്നമായ സംസ്ഥാനമാണ്. കേന്ദ്രത്തിന് വിദേശ നാണയ സേവനം നേടിക്കൊടുക്കുന്ന നാണ്യവിള ഉൽപ്പാദിപ്പിക്കുന്ന പ്രധാനപ്പെട്ട സംസ്ഥാനമാണ് നമ്മുടെ കേരളം എന്ന കാര്യം നമുക്കറിയാം. ആ നാണ്യവിളയുടെ പലതുകൊണ്ട് സമ്പന്നമാണ് കറുത്ത പെണ്ണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന കുരുമുളക്. ബാലസംഘം മണലൂർ ഏരിയ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മെഗാ സുംബ ഡാൻസ് അവതരണം നടത്തി.
കടശങ്കടവിൽ വെച്ച് നടത്തിയ പരിപാടി ജില്ലാ പഞ്ചായത്ത് മെമ്പർ VN സുർജിത്ത് ഉദ്ഘാടനം ചെയ്തു. PS ഹൃദയ അധ്യക്ഷത വഹിച്ചു. മണലൂർ ബാലസംഘം ഏരിയ സെക്രട്ടറി മാധവ് കൃഷ്ണ, പാർട്ടി LC സെക്രട്ടറി VV പ്രഭാത്, ബാലസംഘം ഏരിയ കൺവീനർ NV ഷാജി, കൺവീനർ PR മുരളീധരൻ, കാരമുക്ക് ബാലസംഘം കൺവീനർ AM സുബിൻ, ബാലസംഘം ജോയിന്റ് കൺവീനർ ധന്യ പ്രവീൺ, LC മെമ്പർമാരായ CA മുരളി, VA അനിൽ, P പ്രവീൺ, മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗം ബിന്ദു സതീഷ്, DYFI മേഖലാ ട്രഷറർ സ്വാതി മനീഷ് തുടങ്ങിയവർ പങ്കെടുത്തു. തുടർന്ന് സൂംബ പരിശീലകരായ ലക്ഷ്മി ടീച്ചറും ശ്രുതി ടീച്ചറുടെയും നേതൃത്വത്തിൽ മെഗാ സൂംബ നടത്തി. തളിക്കുളം പബ്ലിക് ലൈബ്രറിയുടെ ആഭിമുഖ്യത്തിൽ വൈക്കം മുഹമ്മദ് ബഷീർ അനുസ്മരണം നടത്തി. ചെറുപ്പ് GVHS അധ്യാപിക വാഹിദ ബാനു വൈക്കം മുഹമ്മദ് ബഷീറിനെ അനുസ്മരിച്ച് സംസാരിച്ചു. സംസ്ഥാന ലൈബ്രറി കൗൺസിൽ അംഗം TB ശാലിനി, ഗഫൂർ തളിക്കുളം, N മദനമോഹനൻ, AK വാസൻ, TU സുഭാഷ് ചന്ദ്രൻ, ശശി വല്ലത്ത്, സുനിൽ KJ ശ്രീനിവാസൻ, സുരേഷ് PN, ഷീജ രാമചന്ദ്രൻ, രഞ്ജില ഗിരി, ഷിൽജ ദീപു, വാസൻ കോഴിപ്പറമ്പിൽ തുടങ്ങിയവർ സംസാരിച്ചു. എന്തുകൊണ്ടാണ് ബഷീർ ഒരുപാട് സാഹിത്യകാരന്മാർ നമ്മുടെ കൺമുന്നിലൂടെ ചരിത്രത്തിലൂടെ മലയാള ഭാഷയിൽ ഭാരത സാഹിത്യത്തിൽ കടന്നുപോയിട്ടുണ്ട്. എന്നാൽ തന്നെ എണ്ണം പറഞ്ഞ സാഹിത്യകാരന്മാരെയാണ് ജീവിതത്തിൽ നാം മാതൃകയാക്കൂ എന്ന് പറഞ്ഞ് ഇതുപോലുള്ള ദിനങ്ങൾ ആചരിക്കുന്നത്. 1908 ജനിച്ച ഒരു മഹത് വ്യക്തിയാണ് ശ്രീ വൈക്കം മുഹമ്മദ് ബഷീർ. ബേപ്പൂർ സുൽത്താൻ എന്ന് ഖ്യാതി കേട്ട വൈക്കം മുഹമ്മദ് ബഷീർ. നമ്മൾ വളരെ ലാളിത്യത്തോടെ നമ്മുടെ ബഷീർ എന്ന് വിളിക്കുന്ന ഒരു മനുഷ്യൻ. ഒരുപക്ഷെ ബഷീറിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു വാക്ക് അത് തന്നെയായിരിക്കും, ഒരു മനുഷ്യൻ എന്ന് പറയുന്നത്. തൃപ്രയാർ കൽപ്പക വെഡ്ഡിംഗ്സിൽ മെഗാ നറുക്കെടുപ്പിലെ വിജയികൾക്ക് സമ്മാനദാനം നടത്തി. വിഷു, ഈസ്റ്റർ, ബക്രീദ് ആഘോഷങ്ങളുടെ ഭാഗമായി കൽപ്പക വെഡ്ഡിംഗ്സിൽ നടത്തിയ മെഗാ നറുക്കെടുപ്പിലെ വിജയികൾക്കാണ് സമ്മാനങ്ങൾ വിതരണം ചെയ്തത്. ഒന്നാം സമ്മാനമായ ഹോണ്ട ഡിയോ സ്കൂട്ടർ നാട്ടിക സ്വദേശിനി ആഗ്ന ഡിക്സന് കൽപ്പക മാനേജിംഗ് പാർട്ണർ ജയൻ EP കൈമാറി. നിരവധി പേർക്ക് പ്രോത്സാഹന സമ്മാനങ്ങളും ചടങ്ങിൽ വിതരണം ചെയ്തു. കൽപ്പക മാനേജിംഗ് പാർട്ണർ ജയൻ EP, പാർട്ണർ പ്രീതിമോൻ, വാർഡ് മെമ്പർ CS മണികണ്ഠൻ, മാനേജർമാരായ സന്തോഷ്, അസീം, ബിജു എന്നിവർ പങ്കെടുത്തു. മൂന്നാമത്തെ സമ്മാനപത്രമാണ്. ഇവിടെ ഇനി ഈ സമ്മാനം കിട്ടിയ ആൾക്കാർക്കും മറ്റുള്ളവർക്കും ഇവിടെ ഇനി വീണ്ടും വീണ്ടും കിട്ടാനും എല്ലാ കാര്യങ്ങൾക്കും പ്രാർത്ഥിച്ചുകൊണ്ട് ഈ സമ്മാനിച്ച് അനുഭവിക്കുകയാണ്. എല്ലാവരെയും ആദ്യമായി അനുഭവിക്കുകയാണ്. അതോടൊപ്പം ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്ന എല്ലാ കസ്റ്റമേഴ്സിനും കസ്റ്റമേഴ്സിനോടും ഈ അവസരത്തിൽ നന്ദി രേഖപ്പെടുത്തുകയും അതോടൊപ്പം തന്നെ ഇവിടെ എത്തിയിരിക്കുന്ന സ്റ്റാഫുകൾ ഈ ചടങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാവരോടും എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് ലീഡർ K കരുണാകരന്റെ ജന്മദിനത്തോടനുബന്ധിച്ച് വാടാനപ്പള്ളി മണ്ഡലം കമ്മിറ്റി പുഷ്പാർച്ചനയും അനുസ്മരണ യോഗവും നടത്തി. KPCC മെമ്പർ CI സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് അഡ്വക്കേറ്റ് MA മുസ്തഫ അധ്യക്ഷനായി. ജനറൽ സെക്രട്ടറി CM നൌഷാദ്, ബ്ലോക്ക് പ്രസിഡന്റ് ദീപൻ മാസ്റ്റർ, മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, IP പ്രഭാകരൻ, PV ഉണ്ണികൃഷ്ണൻ, ശിവരാമൻ ചിറമ്പത്ത് തുടങ്ങിയവർ സംസാരിച്ചു. മുൻ മുഖ്യമന്ത്രി K കരുണാകരന്റെ ജന്മദിനത്തിൽ പുഷ്പാർച്ചനയും അനുസ്മരണവും നടത്തി. കാഞ്ഞാണി ബസ് സ്റ്റാൻഡ് പരിസരത്ത് നടത്തിയ അനുസ്മരണ യോഗം DCC ജനറൽ സെക്രട്ടറി VG അശോകൻ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MV അരുൺ അധ്യക്ഷത വഹിച്ചു. DCC സെക്രട്ടറിമാരായ KK ബാബു, KB ജയറാം, കോൺഗ്രസ് നേതാക്കളായ KK പ്രകാശൻ, റോബിൻ വടക്കേതല, PT ജോൺസൺ, പ്രേമൻ കാണാട്ട്, വാസു വളാഞ്ചേരി, ടോളി വിനീഷ്, ടോണി അത്താണിക്കൽ, ഷാലി വർഗീസ്, ആൻഡോ തെക്കത്ത്, ബാബു കുന്നത്തുള്ളി, ജോസഫ് പള്ളിക്കുന്നത്ത്, ഇന്ദിര ഉത്തമൻ, സത്യൻ കളരിക്കൽ തുടങ്ങിയവർ സംസാരിച്ചു. കാരമുക്ക് ശ്രീ നാരായണഗുപ്ത സമാജം ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേയും എൻഡോമെന്റ് വിതരണവും നടത്തി. PTA പ്രസിഡന്റ് KK ഷൈൻവാസ് അധ്യക്ഷനായ ചടങ്ങിൽ സ്കൂളിലെ മുൻ അധ്യാപകനും മാനേജറുമായ CS പ്രദീപ് മാസ്റ്റർ ഉദ്ഘാടനം ചെയ്തു. സമാജം പ്രസിഡന്റ് ബിജു ഒല്ലേക്കാട്ടിൽ, സെക്രട്ടറി ശശിധരൻ കോട്ടേക്കാട്,
മണലൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധർമ്മൻ പറത്താട്ടിൽ, ബിന്ദു സതീഷ്, MPTA പ്രസിഡന്റ് ഷാരി സുബിൻ, PTA വൈസ് പ്രസിഡന്റ് CJ ആന്റണി, അധ്യാപകരായ ബീത P. ദാസ്, ബിജോയ് എരണേഴത്ത് എന്നിവർ സംസാരിച്ചു. നാട്ടിക ഹനുമാൻ സ്വാമി ക്ഷേത്ര പുനർനിർമ്മാണവും പ്രതിഷ്ഠയും തിങ്കളാഴ്ച നടക്കും. ക്ഷേത്രത്തിലെ ഉപദേവന്മാരായ ശ്രീ മഹാഗണപതിയുടെയും ശ്രീ ശാസ്താവിന്റെയും ശ്രീ സുബ്രഹ്മണ്യ സ്വാമിയുടെയും പഞ്ചലോഹ വിഗ്രഹ പ്രതിഷ്ഠയും നവഗ്രഹങ്ങളുടെ സ്ഥാനമാറ്റവും ജൂലൈ 7-ന് രാവിലെ 9:30-നും 10:30-നും മധ്യേ നടക്കും. മഠാധിപതി അനന്തു സുരേഷ് മുഖ്യ കാർമ്മികനാകും. പ്രതിഷ്ഠയ്ക്ക് ശേഷം ശ്രീ സുബ്രഹ്മണ്യ സ്വാമിക്ക് പാട്ടും നൃത്തവും ഉണ്ടായിരിക്കും. പഴുവിൽ സെന്റ് ആന്റണീസ് മെറിറ്റ് ഡേ മികവ് 2025 ആഘോഷിച്ചു. തൃശൂർ ജില്ലാ സബ് കളക്ടർ അഖിൽ വി മേനോൻ ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ മാനേജർ ഫാദർ വിൻസെന്റ് ചെറുവത്തൂർ അധ്യക്ഷനായി. വാർഡ് മെമ്പർ ഷിമ ആന്റണി, PTA പ്രസിഡന്റ് റാഫി കൊമ്പൻ, ഡോക്ടർ K. ജോർജ് മാസ്റ്റർ, ടെജി ജോമോൻ, സീന ഫ്രാൻസിസ്, റെനി പോൾ എന്നിവർ സംസാരിച്ചു. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ട് മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. യൂത്ത് ലീഗ് ജില്ലാ പ്രസിഡന്റ് AM സനൌഫൽ ഉദ്ഘാടനം ചെയ്തു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് പ്രസിഡന്റ് PA സിദ്ദീഖുൽ അക്ബർ അധ്യക്ഷനായി. രജനി കൃഷ്ണാനന്ദ്, AK ഷംസുദ്ദീൻ, VM മുഹമ്മദ് സമാൻ, AY ഹർഷാദ്, താഹിറ സാദിഖ്, രേഖ അശോകൻ തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തിന്റെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണ് എന്നാണ് നമ്മൾ ഊറ്റം കൊള്ളാറുള്ളത്. ആ ആരോഗ്യരംഗത്തെ തകർത്ത് തരിപ്പണമാക്കിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് രാജിവെക്കുന്നത് വരെ മുസ്ലിം ലീഗും യൂത്ത് ലീഗും സമരവുമായി തെരുവിലുണ്ടാകും എന്നാണ്. ശക്തമായ കാറ്റിലും മഴയിലും വീടിന്റെ മേൽക്കൂര തകർന്നു വീണു. മണലൂർ 9-ാം വാർഡിൽ മുടത്തോളി പരേതനായ സന്തോഷിന്റെ ഭാര്യ നിഷയുടെ വീടിന് മുകളിലെ മേൽക്കൂരയാണ് തകർന്നു വീണത്. ഞായറാഴ്ച രാവിലെയായിരുന്നു സംഭവം. വീഴ്ചയുടെ ആഘാതത്തിൽ ടെറസിന്റെ ഒരു ഭാഗം ഷീറ്റുകളെല്ലാം വേർപെട്ട അവസ്ഥയിലാണ്. സംഭവ സമയത്ത് വീടിന് മുകളിൽ ആരും ഇല്ലാതിരുന്നതുകൊണ്ട് ആളപായം ഉണ്ടാകാതെ രക്ഷപ്പെട്ടു. ഒരു പഞ്ചായത്തിലാണ് താമസിക്കുന്നത്. മുടത്തോളി സന്തോഷ് എന്ന ഭാര്യയാണ് ഈ കാര്യം പറഞ്ഞത്. ഇന്ന് കാലത്ത് 6:30 ഉണ്ടായ ശക്തമായ കാറ്റും മഴയും വന്നതിൽ എൻ്റെ വീടിൻ്റെ മേൽക്കൂര കംപ്ലീറ്റ് പറന്ന് നല്ല നാശനഷ്ടം വന്നു. വാട്ടർ ടാങ്കിനും അപ്പുറത്തെ വീടുമ്മയ്ക്ക് ചാരി അവിടെയും കുഴപ്പങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അതിന് എനിക്ക് പറ്റാവുന്ന സഹായം സൗകര്യങ്ങൾ എത്തിച്ചു തരണം. കാഞ്ഞാണി കളിസ്ഥലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും സൈമൺസ് കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രപരിശോധന ക്യാമ്പ് സംഘടിപ്പിച്ചു. കളിസ്ഥലം പരിസരത്ത് നടത്തിയ ക്യാമ്പിൽ 100ഓളം പേർ നേത്രപരിശോധന നടത്തി. ക്ലബ്ബ് പ്രസിഡന്റ് അമൽ കൃഷ്ണ, സെക്രട്ടറി മനോജ്, ട്രഷറർ NS ആദർശ്, ജോയിന്റ് സെക്രട്ടറി അശ്വതി, വൈസ് പ്രസിഡന്റ് CM ആദർശ്, കമ്മിറ്റി അംഗങ്ങളായ എബി ജോൺ, KS സൗരവ്, MM മിഥുൻ, KS സായുജ്, നിഷ മനോജ്, OS അനുഗ്രഹ്, ശാലിനി സന്ദീപ്, പ്രസന്ന മോഹനൻ എന്നിവർ നേതൃത്വം നൽകി. കളിസ്ഥലം ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബും അതുപോലെ തന്നെ സൈമൺസ് കണ്ണാശുപത്രിയും കൂടി നടത്തുന്ന കാഴ്ച പരിശോധന ക്യാമ്പാണ് ഇന്നിവിടെ നടക്കുന്നത്. ഒരു 100ഓളത്തിനധികം ആളുകൾ തന്നെ പങ്കെടുത്തിട്ടുണ്ട്. വളരെ വിജയകരമായിട്ട് തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് ഉന്നത വിജയികളെ അനുമോദിച്ചു. താന്യം ഗവൺമെന്റ് ആശുപത്രിയുടെയും രാജവീതി റോഡിന്റെയും പൊതുശ്മശാനത്തിന്റെയും ശോചനീയാവസ്ഥ പരിഹരിക്കണമെന്നാവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തി. ഏറ്റവും കൂടുതൽ പ്ലാസ്റ്റിക്കുകൾ ശേഖരിച്ച് നീക്കം ചെയ്ത് ജില്ലയിൽ 1-ാം സ്ഥാനം കരസ്ഥമാക്കി എടതുരുത്തി ഗ്രാമപഞ്ചായത്ത്. ഇതോടെ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം.